കേരളത്തിന്റെ ഭൂപടം നോക്കുമ്പോൾ ഏറ്റവും മുകളിലായി വടക്കേയറ്റത്ത് നിൽക്കുന്ന കാസർഗോഡ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരേ ഭാഷ സംസാരിക്കുന്ന ഒരേ ഭൂപ്രദേശത്ത് ജീവിച്ചിരുന്ന ഈ വടക്കൻ കേരളത്തിലെ ജനങ്ങൾ തെക്കൻ കേരളത്തിലുള്ളവരെക്കാൾ കലണ്ടറിൽ കൃത്യം ഒരു മാസം പിന്നിലായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അത് കേൾക്കുമ്പോൾ വളരെ വിചിത്രമായി തോന്നാമല്ലേ? അതായത് തെക്കുള്ളവർ ഒരു പുതിയ മാസം തുടങ്ങുമ്പോൾ വടക്കുള്ളവർ പഴയ മാസത്തിൽ തന്നെ നിൽക്കുകയാണ്. ശരിക്കും. അപ്പോ ഇത്തരത്തിൽ അനേകം രഹസ്യങ്ങളും കൗതുകങ്ങളും ഒളിപ്പിച്ചുവെച്ച ഒരു വലിയ ചരിത്രമാണ് കാസർഗോഡിനും പഴയ കോലത്തുനാടിനുമുള്ളത്. നിങ്ങൾക്കായി തയ്യാറാക്കിയ ഇന്നത്തെ ഈ വിശദമായ വിശകലനത്തിൽ നാം ഈ രേഖകളാണ് പരിശോധിക്കുന്നത്. അതെ, ചരിത്രമറിയാൻ താൽപ്പര്യമുള്ള ഏതൊരാൾക്കും തീയതികളും പേരുകളും ഒന്നും നഷ്ടപ്പെടാതെ തന്നെ ഈ ചരിത്രത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഈ ഒരു യാത്ര നമ്മൾ തുടങ്ങേണ്ടത് 16-ാം നൂറ്റാണ്ടിന് മുൻപുള്ള കാലഘട്ടത്തിൽ നിന്നാണ്. അതായത് ഇന്നത്തെ കാസർഗോഡ് എന്ന പേര് പോലും അന്നുണ്ടായിരുന്നില്ലല്ലേ? ശരിയാണ്. കാഞ്ചിരക്കോട് എന്നായിരുന്നു ഈ പ്രദേശം അന്ന് അറിയപ്പെട്ടിരുന്നത്. 12 മുതൽ 14 വരെയുള്ള നൂറ്റാണ്ടുകളിൽ ഇത് അതിവിശാലമായ കോലത്തിരി സാമ്രാജ്യത്തിന്റെ വടക്കൻ അതിർത്തിയായിരുന്നു. ഓ, അപ്പോ അന്ന് നീലേശ്വരമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒരു രാജകീയ കേന്ദ്രമല്ലേ? അതെ അതെ. നമ്മൾ ഇന്ന് കാണുന്ന വളരെ ശാന്തമായ ഒരു അതിർത്തി ജില്ലയായിരുന്നില്ല അക്കാലത്തെ കാസർഗോഡ്. എന്നുവെച്ചാൽ അന്നത്തെ കാലത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു പ്രൈം റിയൽ എസ്റ്റേറ്റ് ആയിരുന്നു കാസർഗോഡ് എന്ന് പറയാം. തീർച്ചയായും. വെറുമൊരു ഭൂപ്രദേശം എന്നതിലുപരി ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ളവർക്ക് ഇങ്ങോട്ടേക്ക് വന്നെത്താൻ വലിയൊരു ആകർഷണം അവിടെയുണ്ടായിരുന്നു. ആ ആകർഷണം മറ്റൊന്നുമായിരുന്നില്ല, വ്യാപാരമായിരുന്നു എന്ന് തോന്നുന്നു. ശരിക്കും. 9-ാം നൂറ്റാണ്ടിലെ അറബ് വ്യാപാരികളുടെ കുറിപ്പുകൾ എടുത്തു നോക്കിയാലും പിന്നീട് വന്ന ഡുവാട്ടെ ബാർബോസെ പോലുള്ള പോർച്ചുഗീസ് സഞ്ചാരികളുടെ രേഖകൾ പരിശോധിച്ചാലും അവർ ഒരേ കാര്യമാണ് പറയുന്നത്. കാസർഗോഡ് വലിയൊരു തുറമുഖ നഗരമായിരുന്നു എന്ന്. അതെ, വാണിജ്യ കേന്ദ്രവും തുറമുഖ നഗരവും. നമ്മുടെ നാട്ടിൽ നിന്നുള്ള അരിയും മറ്റ് കാർഷികോൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യുന്ന വലിയൊരു തീരദേശ ഹബ്ബായിരുന്നു അത്. അപ്പോൾ സ്വാഭാവികമായും ഇത്രയും പണവും സമ്പത്തും ഒഴുകുന്നൊരു പ്രദേശം ആർക്കാണ് വേണ്ടാത്തത്? ഈ സമ്പത്തിനോടുള്ള ആർത്തി തന്നെയാകണം വലിയ അധിനിവേശങ്ങളിലേക്ക് വഴിവെച്ചതല്ലേ? 16-ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യം കോലത്തിരി രാജാവിനെ ആക്രമിച്ച് ഈ പ്രദേശം പിടിച്ചെടുക്കുന്നുണ്ടല്ലോ. അവിടെയാണ് അവരുടെ തന്ത്രം കിടക്കുന്നത്. വെറുതെ ഒരു ഭൂമി പിടിച്ചെടുക്കുക എന്നതിനപ്പുറം ഈ തുറമുഖങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുക എന്നതായിരിക്കണം അവരുടെ പ്രധാന ലക്ഷ്യം. അതെ, അതായിരിക്കണം. ഉപയോഗിക്കുകയും ചെയ്തു. അപ്പോ ഈ വിജയനഗര സാമ്രാജ്യം തകർന്നപ്പോഴോ ആരാണ് പിന്നെ ഭരണമേറ്റെടുത്തത്? ആ വലിയ സാമ്രാജ്യം തകർന്നതോടെ ഈ പ്രദേശത്തിന്റെ നിയന്ത്രണം ഇക്കേരി അഥവാ കേളടി നായകന്മാരുടെ കൈകളിലേക്ക് വന്നു. വെങ്കപ്പ നായകൻ എന്ന ഭരണാധികാരിയായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. ഓഹോ, ഈ അധികാരമാറ്റം നടക്കുമ്പോൾ യുദ്ധങ്ങളുടെ രീതികളും തീർച്ചയായും മാറുന്നുണ്ടായിരിക്കുമല്ലോ. വെറുതെ ഒരു കരസേനയെ വെച്ച് മാത്രം ഇനി ഈ തുറമുഖങ്ങളെ സംരക്ഷിക്കാൻ അവർക്ക് കഴിയില്ലല്ലോ. ശരിയാണ്. കടലിലൂടെ വരുന്ന വിദേശികളെയും മറ്റു നാവിക ശക്തികളെയും നേരിടാൻ അവർക്ക് പുതിയ തന്ത്രങ്ങൾ വേണ്ടിവന്നു. ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാനാണ് ഇക്കേരി നായകന്മാർ പുതിയൊരു പ്രതിരോധ ശൃംഖല തന്നെ അവിടെ ഉണ്ടാക്കിയത്. അതായത് കോട്ടകൾ പണിതു തുടങ്ങി. അതെ, വെറും കരയുദ്ധങ്ങൾക്ക് പകരം തീരപ്രദേശങ്ങൾ സംരക്ഷിക്കുന്നതിനായി അവർ കുമ്പള, ചന്ദ്രഗിരി, ബേക്കൽ എന്നിവിടങ്ങളിൽ കൂറ്റൻ കോട്ടകൾ പണിതു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 17-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ശിവപ്പ നായകൻ നിർമ്മിച്ച ആ പ്രശസ്തമായ ബേക്കൽ കോട്ട. ഭയങ്കരം തന്നെ. അപ്പോ ഇത് വെറുമൊരു രാജകൊട്ടാരമായിരുന്നില്ല, മറിച്ച് ശത്രുക്കളുടെ കപ്പലുകളെ നിരീക്ഷിക്കാനും പീരങ്കികൾ ഉപയോഗിച്ച് ആക്രമിക്കാനും പാകത്തിൽ പണിത ഒരു കൂറ്റൻ മിലിറ്ററി ബേസ് ആയിരുന്നു അത്, അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതൊരു മിലിറ്ററി ബേസ് തന്നെയായിരുന്നു. പക്ഷെ അവിടെയും കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ മൈസൂരിൽ നിന്നുള്ള ടിപ്പു സുൽത്താന്റെ വരവായി. ആഹാ, അപ്പോ ഈ പ്രദേശം അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായിട്ടുണ്ടാകും. അതെ. എന്നാൽ 1799-ൽ ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടതോടെ ചരിത്രത്തിലെ അടുത്ത വലിയ ട്വിസ്റ്റ് സംഭവിക്കുകയാണ്. ബ്രിട്ടീഷുകാരുടെ വരവല്ലേ? അതെ. 1804ഓടെ നീലേശ്വരവും കുമ്പളയും ഉൾപ്പെടെയുള്ള ഈ പ്രദേശം മുഴുവൻ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായി മാറി. എങ്ങനെയാണ് ഈ ഭരണമാറ്റങ്ങൾ ഭൂപടത്തിലെ അതിർത്തികളെ മാറ്റിവരച്ചതെന്നത് വളരെ കൗതുകകരമായൊരു കാര്യമാണ്. ബ്രിട്ടീഷുകാർ വന്നതോടെ കാസർഗോഡിന്റെ തലവര വീണ്ടും മാറിയല്ലോ.
അവർ ഈ പ്രദേശത്തെ ദക്ഷിണ കാനറ, അതായത് സൗത്ത് കാനറ ജില്ലയുടെ ഭാഗമാക്കിയില്ലേ? അതെ. ഇവിടെ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു തീയതിയുണ്ട്. 1862 ഏപ്രിൽ 16. ഈ ദിവസമാണ് ദക്ഷിണ കാനറയെ ബോംബെ പ്രസിഡൻസിയിൽ നിന്നെടുത്ത് മദ്രാസ് പ്രസിഡൻസിയിലേക്ക് മാറ്റുന്നത്. ഓഹോ, അപ്പൊ പഴയ ബേക്കൽ താലൂക്കിന്റെ അവസ്ഥ എന്തായി? പഴയ ബേക്കൽ താലൂക്ക് ഇല്ലാതാവുകയും അതിനു പകരമായി പുതിയ കാസർഗോഡ് താലൂക്ക് രൂപീകരിക്കപ്പെടുകയും ചെയ്തു. ഇതിനൊരു സാംസ്കാരിക വശം കൂടിയുണ്ട്. ഫ്രാൻസിസ് ബ്യുക്കാനൻ എന്ന പ്രശസ്ത ചരിത്രകാരൻ തന്റെ രേഖകളിൽ കാസർഗോഡിനെ വിശേഷിപ്പിച്ചത് മലയാളത്തിന്റെ വടക്കൻ അതിർത്തിയെന്നാണ്. അവരുടെ സംസ്കാരം കേരളത്തിൻ്റേതായിട്ടും 1956 വരെ കാസർഗോഡ് കർണാടകയുടെ ഭാഗമായ ദക്ഷിണ കാനറയിൽ തന്നെ തുടർന്നു. അതെ, അതൊരു വലിയ പ്രശ്നമായിരുന്നു. സ്വന്തം ഭാഷ സംസാരിക്കുന്ന ഒരു വലിയ ജനവിഭാഗം എങ്ങനെയാണ് ഇത്രയും കാലം ഇതൊന്നും ചോദ്യം ചെയ്യാതെ നിശബ്ദരായിരുന്നത്? ഇല്ല, അവർ നിശബ്ദരായിരുന്നില്ല. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങൾ അവിടെ നടന്നിരുന്നു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കണം എന്ന ആവശ്യം വളരെ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അപ്പൊ ഈ പ്രക്ഷോഭങ്ങൾ എന്നു മുതലാണ് തുടങ്ങുന്നത്? ഉദാഹരണത്തിന് 1913 തന്നെ മദ്രാസ് കൗൺസിലിൽ കാസർഗോഡിനെ മലബാറുമായി ലയിപ്പിക്കണം എന്നാവശ്യപ്പെടുന്ന പ്രമേയങ്ങൾ വന്നിരുന്നു. പിന്നീട് 1927 മുതൽ മലയാളി സേവാസംഘം പോലെയുള്ള സംഘടനകൾ ഇതിനായി വലിയ പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടു. ആൾക്കാർ ശരിക്കും തെരുവിലിറങ്ങി സമരം ചെയ്തു തുടങ്ങിയല്ലേ? തീർച്ചയായും. ഈ നിരന്തരമായ സമ്മർദ്ദങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഫലമായിട്ടാണ് 1956 നവംബർ 1 കേരളപ്പിറവി സമയത്ത് കാസർഗോഡ് താലൂക്കിനെ കർണാടകയിൽ നിന്നും വേർപെടുത്തി കേരള സംസ്ഥാനത്തിന്റെ മലബാർ ഭാഗവുമായി ലയിപ്പിച്ചത്. പക്ഷെ 1956 അത് കേരളത്തിന്റെ ഭാഗമായെങ്കിലും ഇന്നത്തെ പോലെ അതൊരു സ്വതന്ത്ര ജില്ലയായിരുന്നില്ലല്ലോ. കണ്ണൂർ പോലുള്ള വലിയ ജില്ലയുടെ ഒരറ്റം മാത്രമായി കാസർഗോഡ് ഒതുങ്ങിപ്പോവുകയായിരുന്നില്ലേ? അതെ, അതന്നത്തെ വലിയൊരു ഭരണപരമായ പ്രതിസന്ധിയായിരുന്നു. കാസർഗോഡ് വർഷങ്ങളോളം വിശാലമായ കണ്ണൂർ ജില്ലയുടെ ഭാഗമായിരുന്നു. പക്ഷെ ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ കാസർഗോഡ് വളരെ പിന്നോക്കം നിൽക്കുന്ന ഭരണസ്യാ കേന്ദ്രങ്ങളിൽ നിന്ന് ഒരുപാട് അകലെ കിടക്കുന്നൊരു പ്രദേശമായിരുന്നു. അപ്പോൾ വികസനമെല്ലാം കണ്ണൂർ കേന്ദ്രീകരിച്ച് നടക്കുമ്പോൾ തങ്ങൾ തഴയപ്പെടുന്നു എന്ന തോന്നൽ കാസർഗോഡുകാർക്കുണ്ടായിട്ടുണ്ടാകുമല്ലേ? കൃത്യമായിട്ടും. അങ്ങനെ പ്രാദേശികമായ ഈ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനും ഭരണസൗകര്യത്തിനുമായി ഒരു പുതിയ ജില്ല വേണമെന്ന ആവശ്യം ശക്തമായി. എന്നിട്ട് എപ്പോഴാണ് കാസർഗോഡ് ഒരു സ്വതന്ത്ര ജില്ലയാകുന്നത്? ഒടുവിൽ 1984 മെയ് 24 കണ്ണൂർ ജില്ലയെ വിഭജിച്ചുകൊണ്ട് കാസർഗോഡ് ഹോസ്ദുർഗ് താലൂക്കുകൾ ഉൾപ്പെടുത്തി പുതിയ കാസർഗോഡ് ജില്ല നിലവിൽ വന്നു. ഭയങ്കരം! ഒരു ഭൂപ്രദേശം സാമ്രാജ്യങ്ങളുടെ കൈകളിൽ നിന്ന് കൈകളിലേക്ക് മാറി അവസാനം തങ്ങളുടെ ഭാഷയ്ക്കും സ്വത്വത്തിനും വേണ്ടി പോരാടി സ്വതന്ത്രമായ ഒരു ജില്ലയായി മാറുന്ന ചരിത്രമാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഈ കാസർഗോഡ് ഉൾപ്പെടുന്ന വടക്കൻ കേരളത്തെ ആകെ അടക്കി ഭരിച്ചിരുന്ന ആ പഴയ കോലത്തുനാട് സാമ്രാജ്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. തീർച്ചയായും. ആരായിരുന്നു യഥാർത്ഥത്തിൽ ഈ കോലത്തിരിമാർ? കോലത്തിരിമാർ എന്ന് പറയുന്നത് പുരാതന മൂഷിക രാജവംശത്തിന്റെ നേരിട്ടുള്ള പിൻഗാമികളാണ്. പിൽക്കാലത്ത് കോലത്തുനാട്, ചിറക്കൽ എന്ന പേരിലാണ് കൂടുതലും അറിയപ്പെട്ടത്. അപ്പോൾ ഈ വിദേശ സഞ്ചാരികളൊക്കെ ഇവരെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ട്. അക്കാലത്ത് കേരളത്തിൽ വന്ന വിദേശ സഞ്ചാരികളൊക്കെ ഇവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ണന്നൂർ രാജാവ് എന്നാണ്. ഇവരുടെ അധികാരഘടന വളരെ രസകരമായിരുന്നു. വടക്കേ മലബാറിലെ കോലസ്വരൂപം രാജകുടുംബം പിന്തുടരുന്നിരുന്നത് മാതൃദായക്രമമാണ്. ഈ മാതൃദായക്രമം എന്ന് പറയുമ്പോൾ അതൊരു സാമ്രാജ്യത്തിന്റെ ഭരണത്തെ എങ്ങനെയാണ് ബാധിച്ചിരുന്നത്? രാജാവിന്റെ മകനല്ലേ സ്വാഭാവികമായും അടുത്ത രാജാവാകേണ്ടത്? അവിടെയാണ് വ്യത്യാസം. മാതൃദായക്രമം അനുസരിച്ച് രാജാവിന്റെ മകനല്ല, മറിച്ച് രാജകുടുംബത്തിലെ സ്ത്രീകളുടെ വഴിയിലുള്ള ആ വലിയ കൂട്ടുകുടുംബത്തിലെ ഏറ്റവും മുതിർന്ന പുരുഷനാണ് രാജാവാകുക. അതായത് അമ്മാവനിൽ നിന്ന് അനന്തരവനിലേക്ക് അധികാരം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതി. അതെ. ഇത് കാരണം പല ശാഖകളിലായി ചിതറിക്കിടക്കുന്ന രാജകുടുംബത്തിൽ ആരാണ് അടുത്ത കോലത്തിരി രാജ ആകേണ്ടതെന്നതിനെ ചൊല്ലി എപ്പോഴും വലിയ തർക്കങ്ങൾ നിലനിന്നിരുന്നു. അധികാരത്തിനു വേണ്ടി രാജകുടുംബത്തിൽ തന്നെ പല ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു എന്ന് സാരം. ഓഹോ, ഭരണപരമായ ഈ സങ്കീർണതകൾക്കിടയിലും അവരുടെ സാമ്രാജ്യം വളരെ വലുതായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോ പോർച്ചുഗീസുകാർ കേരളത്തിൽ വരുമ്പോൾ ഇവിടെയുണ്ടായിരുന്ന ശക്തി സന്തുലിതാവസ്ഥയിൽ കോലത്തുനാടിന്റെ സ്ഥാനമെന്തായിരുന്നു? കേരളത്തിലെ 4 വൻകിട ശക്തികളിൽ ഒന്നായിരുന്നു അവർ.
സാമൂതിരി, കൊച്ചി, കൊല്ലം എന്നിവർക്കൊപ്പം വളരെ തലയെടുപ്പോടെ നിന്നിരുന്ന സാമ്രാജ്യം. ആദ്യകാലത്ത് ഏഴിമലയായിരുന്നു അവരുടെ തലസ്ഥാനം. പിന്നീടത് വളപട്ടണത്തേക്ക് മാറ്റി. ഇവരുടെ അതിർത്തികൾ എവിടെ വരെയായിരുന്നു? അവരുടെ അതിർത്തികൾ നോക്കിയാൽ നമ്മൾ ശരിക്കും അത്ഭുതപ്പെടും. പരമ്പരാഗതമായി വടക്ക് ചന്ദ്രഗിരി പുഴ മുതൽ തെക്ക് കോരപ്പുഴ വരെയായിരുന്നു അവരുടെ അതിർത്തി. അപ്പോ അതവരുടെ പ്രതാപകാലത്ത് ഇതിലും വലുതായിരുന്നോ? അതെ, പ്രതാപത്തിന്റെ കൊടുമുടിയിൽ അത് വടക്ക് മംഗളാപുരത്തെ നേത്രാവതി നദി മുതൽ തെക്ക് കോഴിക്കോട്ടെ കോരപ്പുഴ വരെയും കിഴക്ക് കുടക് മലനിരകൾ മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെയും വ്യാപിച്ചിരുന്നു. എന്നല്ല, അറബിക്കടലിലെ ലക്ഷദ്വീപ് പോലും കോലത്തിരിമാരുടെ അധികാരപരിധിയിലായിരുന്നു. അത്രയും വലിയൊരു ഭൂപ്രദേശം വാളുകൊണ്ടും സൈന്യത്തെക്കൊണ്ടും മാത്രമല്ല, സാംസ്കാരികമായും അവർ കേരളത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് തോന്നുന്നു. 12ാം നൂറ്റാണ്ടിൽ രണ്ടാം ചേര സാമ്രാജ്യം തകർന്നതിനു ശേഷമാണല്ലോ കോലത്തുനാട് സാംസ്കാരികമായി കൂടുതൽ തിളങ്ങുന്നത്. അതെ, മലയാള ഭാഷയുടെ വളർച്ചയിൽ കോലത്തുനാടിനുള്ള പങ്ക് വളരെ വലുതാണ്. 1375 മുതൽ 1475 വരെയുള്ള കാലഘട്ടത്തിൽ ഉദയവർമ്മൻ കോലത്തിരിയുടെ രാജസദസ്സിലെ ഒരു പ്രധാനിയായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി. നമ്മുടെ കൃഷ്ണഗാഥ രചിച്ച ചെറുശ്ശേരി തന്നെയല്ലേ? കൃത്യമായിട്ടും. അദ്ദേഹമാണ് മലയാളത്തിലെ എക്കാലത്തെയും വലിയ ക്ലാസിക്കലുകളിലൊന്നായ കൃഷ്ണഗാഥ രചിച്ചത്. അതുകൂടാതെ ലോകമറിയുന്ന സഞ്ചാരികളായ മാർക്കോ പോളോ, ഇബ്നു ബത്തൂത്ത എന്നിവരൊക്കെ കോലത്തുനാടിന്റെ സമ്പത്തിനെക്കുറിച്ചും വ്യാപാരത്തെക്കുറിച്ചും അവരുടെ യാത്രാവിവരണങ്ങളിൽ അത്ഭുതത്തോടെ എഴുതിവച്ചിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് സാമ്പത്തികമായും സാംസ്കാരികമായും സൈനികപരമായും വളരെ ഉന്നതിയിൽ നിന്നിരുന്ന ഒരു വലിയ സിസ്റ്റമായിരുന്നു കോലത്തുനാട് എന്നാണ്. അങ്ങനെയെങ്കിൽ ഇത്രയും ശക്തമായൊരു സാമ്രാജ്യത്തിന്റെ അടിവേരുകൾ എങ്ങനെയാണ് ഇളകാൻ തുടങ്ങിയത്? ഒരു സാമ്രാജ്യവും ഒറ്റയടിക്ക് തകർന്നു വീഴാറില്ലല്ലോ. പുറത്തുനിന്നുള്ള ആക്രമണങ്ങളും ഉള്ളിൽ നിന്നുള്ള കലഹങ്ങളും ഒന്നിച്ചു വന്നപ്പോഴാണ് കോലത്തുനാട് ശരിക്കും തകർന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കോഴിക്കോട് സാമൂതിരിയുമായുള്ള നിരന്തരമായ യുദ്ധങ്ങളായിരുന്നു. ഓഹോ, സാമൂതിരി അങ്ങോട്ട് വന്ന് ആക്രമിക്കുകയായിരുന്നു? അതെ, സാമൂതിരിയുടെ ഒരു വലിയ ആക്രമണം നടക്കുന്നത് പന്തലായിനി കൊല്ലത്താണ്. കോലത്തിരിയുടെ തെക്കൻ പ്രവിശ്യകൾ നോക്കി നടത്തിയിരുന്ന ഒരു രാജകുമാരനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പന്തലായിനി കൊല്ലം എന്ന തന്ത്രപ്രധാനമായ തുറമുഖം പിടിച്ചെടുത്തതുവഴി കണ്ണൂരിലേക്ക് കടക്കാനുള്ളൊരു വഴിയാണ് സാമൂതിരി തുറന്നത്. അപ്പോ കോലത്തിരിക്ക് വലിയൊരു പ്രദേശം സാമൂതിരിക്ക് അടിയറവ് പറയേണ്ടി വന്നില്ലേ? പറയേണ്ടി വന്നു. പോരാത്തതിന് 17ാം നൂറ്റാണ്ടോടെ മലബാറിലെ ഏക മുസ്ലിം രാജവംശമായ അറക്കൽ സുൽത്താനേറ്റ് ഉയർന്നുവരികയും അവർ കണ്ണൂരും ലക്ഷദ്വീപും കോലത്തിരിയിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. പക്ഷേ ശത്രുക്കൾ പുറത്തുനിന്ന് മാത്രമല്ല, സ്വന്തം സാമ്രാജ്യത്തിനുള്ളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ടായിരുന്നു അല്ലേ? ഇത്രയും വിശാലമായ ഭൂപ്രദേശം ഭരിക്കാൻ അവർ നിയോഗിച്ചിരുന്ന സാമന്ത രാജാക്കന്മാർ, അതായത് സബ് റൂളർമാർ, അവർ തന്നെ കോലത്തിരിക്കെതിരെ തിരിഞ്ഞില്ലേ? അതാണ് അവിടെ സംഭവിച്ചത്. കേന്ദ്രീകൃതമായ അധികാരം ദുർബലമായതോടെ കോലത്തുനാട് പല കഷ്ണങ്ങളായി വിഘടിക്കാൻ തുടങ്ങി. നീലേശ്വരം രാജവംശം സ്വതന്ത്രമായി. 15ഉം 16ഉം നൂറ്റാണ്ടുകളായപ്പോഴേക്കും തലശ്ശേരി ഭാഗത്തെ പഴശ്ശിരാജകൾ ഉൾപ്പെടുന്ന കോട്ടയം ഭരണാധികാരികളും സ്വതന്ത്രരായി മാറി. അപ്പൊ സാമ്രാജ്യം ആകെ ചിതറിപ്പോയി. അതെ. പിന്നാലെ കുറുമ്പ്ര നാടും 1749ഓടെ വടകര ഭാഗത്തുള്ള കടത്തനാടും കോലത്തിരിയിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഇതോടെ പഴയ വലിയ സാമ്രാജ്യം കേവലം ചിറക്കൽ എന്ന ചെറിയൊരു പ്രദേശത്തേക്ക് ചുരുങ്ങിപ്പോയി. ഇവിടെയാണ് ഒരു വലിയ ചോദ്യമുയർന്നു വരുന്നത്. സാമ്രാജ്യം ഇങ്ങനെ പലതായി വിഘടിച്ചു നിൽക്കുന്ന സമയത്ത്, എല്ലാവരും പരസ്പരം പോരടിക്കുമ്പോൾ ബ്രിട്ടീഷുകാർ ഈ ഒരു അവസരം എങ്ങനെയാണ് മുതലെടുത്തത്? അവർ വന്ന് വലിയൊരു യുദ്ധം ചെയ്ത് രാജ്യം പിടിച്ചെടുക്കുകയായിരുന്നില്ലല്ലോ. അല്ലല്ല, ബ്രിട്ടീഷുകാർ അന്ന് യുദ്ധം ചെയ്യാൻ ഒട്ടും താൽപ്പര്യപ്പെട്ടിരുന്നില്ല. കാരണം അതിനു വലിയ പണച്ചെലവുണ്ടല്ലോ. പകരം അവർ ബുദ്ധിപരമായാണ് കളിച്ചത്. തുടക്കത്തിൽ, അതായത് 1689-ൽ കോലത്തിരി രാജാവ് ബ്രിട്ടീഷുകാർക്ക് കർശനമായ ഒരു അന്ത്യശാസനം നൽകിയിരുന്നു. എന്തായിരുന്നു ആ ശാസനം? വടക്കേ മലബാറിൽ പ്രാദേശിക താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഒരു ഫാക്ടറി സ്ഥാപിച്ചാൽ മാത്രമേ ഇവിടെ കച്ചവടം ചെയ്യാൻ അനുവദിക്കൂ എന്ന് രാജാവും പറഞ്ഞു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ തന്ത്രം മാറ്റി. 1741, 1749 കാലത്ത് അവർ കോലത്തിരിയുടെ സാമന്തന്മാരായ രണ്ടുതര അച്ഛന്മാർ എന്ന പ്രാദേശിക പ്രമാണിമാരുമായി നേരിട്ട് ഇടപെടാൻ തുടങ്ങി.
ഓഹോ, അതായത് ഒരു കോർപ്പറേറ്റ് കമ്പനി മറ്റൊരു കമ്പനിയെ തകർക്കാൻ ഉപയോഗിക്കുന്ന ഹോസ്റ്റൈൽ ടേക്ക് ഓവർ പോലെയോ അല്ലെങ്കിൽ കഴുത്തറപ്പൻ പലിശക്കാരുടെ തന്ത്രമോ ഒക്കെ പോലെയുള്ളൊരു ഏർപ്പാടായിരുന്നില്ലേ അത്? ശരിക്കും. എനിക്ക് മനസ്സിലായിടത്തോളം ഈ രണ്ട് തര അച്ഛന്മാർക്ക് തമ്മിലടിക്കാൻ പണം ആവശ്യമായി വന്നപ്പോൾ ബ്രിട്ടീഷുകാർ അവർക്ക് വലിയ പലിശയ്ക്ക് പണം കടം കൊടുക്കുകയും ഒടുവിൽ കടം തിരിച്ചടക്കാൻ കഴിയാതെ വന്നപ്പോൾ അവരുടെ ഭൂമിയും അധികാരവും ബ്രിട്ടീഷുകാർ എഴുതി വാങ്ങുകയും ചെയ്തു. അങ്ങനെ തന്നെയല്ലേ ആ ഡെപ്റ്റ് ട്രാപ്പ് അഥവാ കടക്കിടി പ്രവർത്തിച്ചത്? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. ഈ രണ്ടു തര അച്ഛന്മാർക്ക് പണം തിരികെ നൽകാൻ കഴിയില്ല എന്ന് ബ്രിട്ടീഷുകാർക്ക് നന്നായി അറിയാമായിരുന്നു. ഒടുവിൽ കടം കേറി മുടിഞ്ഞപ്പോൾ 1765-ൽ രണ്ടു തര പൂർണ്ണമായും ഈസ്റ്റ് ഇന്ത്യാ കമ്പനിക്ക് വിട്ടുകൊടുക്കാൻ അവർ നിർബന്ധിതരായി. ആഹാ, അപ്പോൾ രാജകുടുംബത്തിനുള്ളിലെ തർക്കങ്ങളിലും ബ്രിട്ടീഷുകാർ തലയിട്ടിരുന്നോ? തീർച്ചയായും. 1751-ൽ കുഞ്ഞിരാമൻ എന്നൊരു രാജകുമാരൻ ചിതറിക്കിടക്കുന്ന അധികാരങ്ങളെല്ലാം ഒന്നാക്കാൻ ശ്രമിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ അധികാരത്തിൽ നിന്നും മാറ്റി. പകരം തങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്ന അവരുടെ സ്വന്തം ആളായ അമ്പുതമ്പാനെ ഭരണത്തിൽ കയറ്റി. ബുദ്ധിപരമായ നീക്കം. അതെ, ഇങ്ങനെ പടിപടിയായി ഒട്ടും രക്തം ചിന്താതെ തന്നെ 1765 ആകുമ്പോഴേക്കും ബ്രിട്ടീഷുകാർ അവിടെ പൂർണ്ണ ആധിപത്യം നേടി. സാമ്രാജ്യങ്ങളുടെ ഉയർച്ചയും തകർച്ചയും വലിയ വലിയ അധിനിവേശങ്ങളും നമ്മൾ കണ്ടു. പക്ഷേ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ. ഒരേ സംസ്ഥാനത്ത് കലണ്ടറുകൾ തമ്മിൽ ഒരു മാസത്തിന്റെ വ്യത്യാസമുണ്ടായിരുന്നതിനെക്കുറിച്ച്. അതിലേക്ക് നമുക്കൊന്ന് തിരികെ വരാം. തീർച്ചയായും വരാം. എങ്ങനെയാണ് ഈ വടക്കൻ കേരളവും തെക്കൻ കേരളവും സമയത്തെ രണ്ട് രീതിയിൽ അളന്നിരുന്നത്? അത് നമ്മുടെ ചരിത്രത്തിലെ വളരെ കൗതുകകരമായ ഒരു ഏടാണ്. കേരളത്തിന്റെ ഔദ്യോഗിക സൗരകലണ്ടറാണല്ലോ കൊല്ലവർഷം. AD 825-ലാണ് ഇത് ആരംഭിച്ചത് എന്ന് നമുക്കറിയാം. പക്ഷെ മധ്യകേരളത്തിലും ദക്ഷിണ കേരളത്തിലും ഈ കലണ്ടർ ആരംഭിച്ചത് AD 825 ഓഗസ്റ്റ് 25-നാണ്. അതായത് ചിങ്ങം അല്ലെങ്കിൽ സിംഹരാശിയിൽ. ഓക്കെ, അപ്പോ വടക്കേ മലബാറിലോ? എന്നാൽ വടക്കേ മലബാറിൽ, അതായത് നമ്മുടെ കോലത്ത് നാട്ടിൽ, ഇത് തുടങ്ങിയത് കൃത്യം ഒരു മാസം കഴിഞ്ഞ് AD 825 സെപ്റ്റംബർ 25-നാണ്. കന്നിമാസം അഥവാ കന്യാരാശിയിലാണ് അവിടെ കൊല്ലവർഷം തുടങ്ങുന്നത്. അത് ഭയങ്കരം തന്നെ. ഒരേ ഭാഷ സംസാരിക്കുന്ന മനുഷ്യർ. പക്ഷെ തെക്കുള്ളവർ ഓഗസ്റ്റ് മാസത്തിൽ പുതിയ വർഷം തുടങ്ങുമ്പോൾ വടക്കുള്ളവർ സെപ്റ്റംബർ മാസത്തിൽ പുതിയ വർഷം തുടങ്ങുന്നു. ഇതിനു പിന്നിലെ ലോജിക് എന്തായിരുന്നിരിക്കും? ഇതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമത്തേത് കാർഷിക വിളവെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്. വടക്കൻ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും കാലാവസ്ഥയും വിളവെടുപ്പ് സമയങ്ങളും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അതിനനുസരിച്ച് പുതിയ വർഷം തുടങ്ങുന്നതാണ് അവർക്ക് കൂടുതൽ സൗകര്യം. രണ്ടാമത്തെ കാരണമോ? രണ്ടാമത്തെ കാരണം കുറച്ചുകൂടി രാഷ്ട്രീയപരമായ ഒന്നാണ്. കോലത്തുനാട് എപ്പോഴും തങ്ങളുടേതായ ഒരു സ്വതന്ത്രമായ സ്വത്വം അല്ലെങ്കിൽ ഐഡന്റിറ്റി നിലനിർത്താൻ ആഗ്രഹിച്ചിരുന്നു. തെക്കൻ കേരളത്തിലെ ഭരണാധികാരികൾ കൊണ്ടുവന്ന ഒരു കലണ്ടർ അതേപടി പിന്തുടരുന്നതിന് പകരം ഭരണപരമായ കാര്യങ്ങൾക്കായി തങ്ങളുടേതായ ഒരു സിസ്റ്റം അവർ രൂപപ്പെടുത്തിയെടുത്തു. ശരിക്കും സമയത്തെ പോലും അവർ അവരുടേതായ രീതിയിൽ നിർവചിച്ചു എന്ന് ചുരുക്കം, അല്ലേ? ഇന്ന് നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചു. പുരാതന മൂഷിക രാജവംശത്തിൽ തുടങ്ങി കോലത്തിരുമാരുടെ സുവർണ കാലഘട്ടത്തിലൂടെ സഞ്ചരിച്ച് വിജയനഗര സാമ്രാജ്യവും ഇക്കേരി നായകന്മാരും മൈസൂർ സുൽത്താൻമാരും കടന്നുപോന്നു. അതെ, അതുപോലെ വലിയ സൈന്യത്തെ ഉപയോഗിക്കാതെ തന്നെ ബ്രിട്ടീഷുകാർ എങ്ങനെ പണം വെച്ച് സാമ്രാജ്യങ്ങൾ പിടിച്ചെടുത്തു എന്നും നമ്മൾ കണ്ടു. ശരിയാണ്. ഒടുവിൽ തങ്ങളുടെ ഭാഷയ്ക്കും സ്വത്വത്തിനും വേണ്ടിയുള്ളൊരു ജനതയുടെ നീണ്ട പോരാട്ടങ്ങൾക്കൊടുവിൽ 1984-ൽ കാസർഗോഡ് എന്ന പുതിയ ജില്ല പിറവിയെടുക്കുന്നതുവരെയുള്ള സംഭവങ്ങൾ നാം വിശദമായി പരിശോധിച്ചു. തീർച്ചയായും. ഈ ചരിത്ര സംഭവങ്ങളെല്ലാം നമ്മോട് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന അതിർത്തികളൊന്നും ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടായതല്ല എന്നാണ്. ഓരോ കോട്ടയ്ക്കും ഓരോ പ്രദേശത്തിന്റെ പേരിനും പിന്നിൽ ചോരയുടെയും പോരാട്ടങ്ങളുടെയും അതിജീവനത്തിന്റെയും വലിയൊരു ചരിത്രമുണ്ട്. അതെ. ഈ വിശദമായ വിശകലനം അവസാനിപ്പിക്കുന്നതിന് മുൻപായി നിങ്ങൾ ഈ കേട്ട കാര്യങ്ങളെക്കുറിച്ച് ഒന്നാലോചിച്ചു നോക്കൂ. ശക്തരായ സാമ്രാജ്യങ്ങൾ വന്നു, അവർ തകർന്നു. ഭൂപടത്തിലെ അതിർത്തികൾ ഒരു ജലരേഖ പോലെ നിരന്തരം മാറിക്കൊണ്ടിരുന്നു. പക്ഷെ ആ ജനതയുടെ സംസ്കാരവും ഭാഷയും തനിമയും ഇന്നും ആ മണ്ണിൽ ബാക്കിയുണ്ട്. നിങ്ങളുടെ സ്വന്തം ജില്ലയുടെയോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെയോ അതിർത്തികൾ നിങ്ങളുടെ സ്വത്വത്തെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
നമ്മെ യഥാർത്ഥത്തിൽ നിർവചിക്കുന്നത് ഭൂപടത്തിൽ ഭരണാധികാരികൾ വരച്ചുവെച്ച വെറും വരകളാണോ, അതോ തലമുറകളായി നമ്മളിലൂടെ കൈമാറി വന്ന ആരും മായ്ച്ചാൽ മായാത്ത നമ്മുടെ ആഴത്തിലുള്ള ചരിത്രമാണോ? ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ വിശകലനം ശ്രദ്ധിച്ചതിന് നന്ദി. വീണ്ടും കാണാം.